അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമളാനിന്റെ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു കിടക്കുകയാണ്. അല്ലാഹു ഓരോ ദിവസവും കൃത്യമായി അമലുകൾ ചെയ്യുവാനും ഇൽമുകൾ പഠിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാൻ ഒരുപാട് ഓഫറുകൾ നൽകുന്ന മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ എങ്ങനെയെങ്കിലും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് വിചാരിച്ച് പല പല ഓഫറുകൾ നൽകി നമ്മെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ. അതുകൊണ്ടാണല്ലോ ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് റമളാനിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങളിലും മേൽ പറയപ്പെടുന്ന ഫضലുകളൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകം നാം കരുതി വേണ്ടുക വെക്കാൻ വേണ്ടി മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു, അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. റമളാനിന്റെ ആദ്യ ദിവസങ്ങൾ റഹ്മത്താണ്, രണ്ടാം പത്തോ അത് മഗ്ഫിറത്താണ്. അല്ലാഹുവിനോട് പാപമോചനത്തെ പ്രത്യേകം കരുതേണ്ട, പാപമോചനത്തെ പ്രത്യേകം തേടേണ്ട സമയങ്ങളാണ്. മൂന്നാമത്തെ അവസാന ഭാഗം അത് ഇത്ഖും മിനന്നാറാണ്, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കേണ്ട സമയങ്ങളാണ്. എന്നാൽ ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഹക്കുകളുമായി ഒഴിവാകേണ്ടവരായിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഹക്കുകൾ ബാക്കിയുള്ളവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്, നാളെ ഹിസാബ് എടുക്കുന്ന സമയത്ത് 3 രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, 3 രൂപത്തിലാണ് ഹിസാബ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ രൂപം അത് വിശ്വാസത്തെ പറ്റിയാണ്. നീ മുസ്ലിമാണോ അല്ലയോ എന്നാണ്. മുസ്ലിമാണ് എങ്കിൽ അവന് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. മുസ്ലിമല്ലേ, ആ സമയം അവൻ നരകത്തിന്റെ അവകാശിയാകും എന്നും. അതുപോലെ തന്നെ രണ്ടാമത്തെ വിശ്വാസം ഉറപ്പിച്ച വ്യക്തി, മുസ്ലിമായ വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്, അള്ളാഹുവുമായുള്ള ഹക്ക് അവൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അള്ളാഹുവുമായിട്ടുള്ള ഹക്ക് അത് അള്ളാഹു വലിയവനാണ്, കാരുണ്യവാനായ ആണ് എന്നതുകൊണ്ട് തന്നെ അവൻ പുറത്തു തരാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ആ ഹക്കിനെ പറ്റി നമുക്ക് റജാ ഉണ്ടാകാം, നമുക്ക് പ്രതീക്ഷയുണ്ടാകാം. എന്റെ റബ്ബ് കാരുണ്യവാനാണല്ലോ, എനിക്ക് പുറത്തു തരുമല്ലോ എന്നുള്ള പ്രതീക്ഷയുണ്ടാകാം. എന്നാൽ വിശ്വാസിയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ ഹക്കുകളല്ല പൊരുത്തപ്പെട്ട് തരുന്നവനാണെങ്കിൽ പോലും മൂന്നാമത്തെ ഹക്ക് അത് ജനങ്ങളുമായിട്ടുള്ള ബാധ്യതകളാണ്. ജനങ്ങളുമായുള്ള ബാധ്യതകൾ ബാക്കി നിൽക്കെ ഒരാൾ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്ക് കടന്നു വന്നാൽ ആ വ്യക്തി അവന് പുറത്തു കൊടുത്തിട്ടല്ലാതെ അള്ളാഹു അവന് പുറത്തു കൊടുക്കില്ല എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരാൾ ജനങ്ങളുമായുള്ള ഹക്ക് ബാക്കിയാക്കി നിൽക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വന്നാൽ ആ കൊടുക്കാനുള്ള വ്യക്തിക്ക് ഇവന് പൂർണ്ണമായ പൊരുത്തമില്ല എങ്കിൽ അവൻ റബ്ബിന്റെ കോടതിയിൽ വിയർക്കേണ്ട അവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ട കാര്യം നമ്മളോട് ഉദ്ധരിക്കുകയാണ്. ഏതൊക്കെയാണ് ഹക്കുകൾ, എന്തൊക്കെയാണ് ഹക്കുകൾ? മുഅ്മിനീങ്ങളെ, ഹക്കുകൾ കടന്നു വരുന്നത്, ജനങ്ങളുമായുള്ള ഹക്കുകൾ കടന്നു വരുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, അപഹരിക്കപ്പെടുന്നവകൾ. മറ്റൊരുവന്റെ വസ്തു അവന്റെ സമ്മതമില്ലാതെ നാം അപഹരിച്ചാൽ അത് വലിയ ഹക്കാണ്. രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തെ ഹക്ക് അവകാശികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുമ്പോഴാണ്. ഈ 2 രൂപത്തിലാണ് സാധാരണയിൽ ഹക്കുകൾ കടന്നു വരിക. അപഹരിച്ചുള്ള സ്വത്തുക്കൾ, അപഹരിച്ചിട്ടുള്ള ഹക്കുകൾ ഒരുപക്ഷെ കുറവാണെങ്കിൽ പോലും അവകാശികൾക്ക് എത്തേണ്ടത് എത്താതെ ഇരിക്കുക എന്നുള്ളത് ഇന്ന് സർവ്വസാധാരണമായി പലരിലും നടക്കുന്ന വിഷയമാണ്. ഒരുപാട് സമ്പത്തുണ്ടെന്ന് വീമ്പ് പറയുന്നവർ, ധാരാളിത്വം കാണിച്ചു നടക്കുന്നവർ, ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ആസ്വാദനത്തിനായി കഴിഞ്ഞുകൂടുന്നവർ, അള്ളാഹു തന്ന സമ്പത്ത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്നറിയാതെ ധൂർത്തിലായി കഴിച്ചുകൂടുന്ന ജനങ്ങളാണോ, മുഅ്മിനീങ്ങളാണോ, മുസ്ലിമീങ്ങളാണോ നിങ്ങളെങ്കിൽ നാം വലിയ വിയർക്കേണ്ട ഒരു സമയം കടന്നു വരാനുണ്ട് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. നമുക്ക് നമ്മുടെ മുൻഗാമികൾ വലിയ
വലിയ പാഠമാണ്. ഹബീബുന വസയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് മഹാനായ അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സമ്പത്തിൽ നിന്ന് എന്തൊക്കെയാണ് ബാക്കിയാക്കിയിട്ടുള്ളത്? ദീനിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ എന്താണ് നിങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിഴലില്ലാത്ത റസൂലുള്ളാഹിക്ക് നിഴല് പോലെ നടന്ന മഹാനാണ്. ആ മഹാനുഭാവൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്റെ വീട്ടിൽ ഞാൻ ബാക്കിയാക്കിയിട്ടുള്ളത് എന്റെ ഇലാഹാകുന്ന റബ്ബിനെയും ഹബീബായ തങ്ങളെ അങ്ങേയുമാണെന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, ദീനിന് വേണ്ടി തന്റെ സർവസ്വവും കൊടുത്തവരാണ് മഹാനായ സിദ്ദീഖ് തങ്ങള്. ഈ സമയത്ത് മുത്തുനബി തങ്ങൾ ചോദ്യം നിർത്തുന്നില്ല. മഹാനായ ഉമർ തങ്ങൾ തൊട്ടു പിന്നിലുണ്ട്. ഉമർ തങ്ങളോട് ചോദിക്കുന്നു, യാ ഉമർ, ഓ ഉമർ തങ്ങളെ, ദീനിന് വേണ്ടി ചെലവഴിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വീട്ടിൽ ബാക്കിയാക്കിയിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, ഞാൻ എത്രയാണോ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നത് അത്ര തന്നെ എന്റെ കുടുംബത്തിന് വേണ്ടി ബാക്കിയാക്കിയിട്ടുണ്ട്. അഥവാ പകുതിയോളം ഞാൻ ദീനിന് കൊടുത്തു, ബാക്കി പകുതി ഞാൻ എന്റെ കുടുംബത്തിന് ബാക്കിയാക്കി. ഇത് പറഞ്ഞപ്പോൾ മഹാനായ മുത്തു റസൂലുള്ളാഹി, നേതാവായ മുത്തു റസൂലുള്ളാഹി, സത്യസന്ധരായ മുത്തു റസൂലുള്ളാഹി, എല്ലാം അറിയുന്നവരായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. ഈ നിങ്ങൾ പറഞ്ഞ വാക്കിൽ തന്നെയുണ്ട് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവർ പറഞ്ഞ ഈ വാക്കിൽ തന്നെയുണ്ട്. അതായത് സിദ്ദീഖ് തങ്ങൾ സർവസ്വവും ദീനിന് വേണ്ടി ചെലവഴിക്കുമ്പോ ഉമർ തങ്ങൾ പകുതിയാണ് ചെലവഴിച്ചത് എങ്കിൽ അവർ തമ്മിലുള്ള ഈമാനിന്റെ വ്യത്യാസം അത്രയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ തമ്മിലുള്ള ദീനിന്റെ വ്യത്യാസം എത്രയാണ് നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. മഹാന്മാരായ മഹത്തുക്കൾ ദീനിന് വേണ്ടി കൃത്യമായി ചെലവഴിച്ച് ദീനിനെ പരിപാലിച്ചു പോകുമ്പോൾ നാം ദീനിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഖൽബിൽ തൊട്ട് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ അറിയുമോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹത്തുക്കളിൽ പ്രധാനിയാണ്. عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 മഹത്തുക്കളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള്. ദീനിന് വേണ്ടി ധാരാളം ചെലവഴിച്ച മഹാനാണ്. ഒരുപാട് സമ്പത്തുള്ള മുതലാളിയാണ്. ദീനിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നവരാണ്. യുദ്ധങ്ങളിൽ ധർമ്മസമരങ്ങളിൽ ചിലവുകൾ ഏറ്റെടുത്തവരാണ്. ഹബീബായ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹതിമാരായ ഉമ്മമാരെ പോറ്റിയവരാണ്. അങ്ങനെ വലിയ മഹത്വങ്ങൾ പേറിയ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പോലും നാളെ സ്വർഗത്തിലേക്ക് ഇഴഞ്ഞിട്ടേ കടന്നു വരൂ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എങ്കിൽ പ്രിയമുള്ളവരെ, സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് മുഴുവനും ഹിസാബ് എടുക്കാതെ അതിന്റെ ഓരോ വരവ് ചെലവ് കണക്കുകളും നാളെ റബ്ബിന്റെ കോടതിയിൽ ബോധിപ്പിക്കാതെ ഒരാളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഹക്കുകളെ കൃത്യമായി സൂക്ഷിക്കണേ. സാധുക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണേ. പരിശുദ്ധമായ റമളാനാകുമ്പോൾ മുതലാളിമാർക്കൊരു ചിന്തയുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നവനാണല്ലോ, അതുകൊണ്ട് ഞാൻ വലിയ വ്യക്തിയാണെന്നുള്ള ഒരു ദുർബോധമുണ്ട്. ആ ബോധം ശരിയല്ല കേട്ടോ. റമളാനിൽ കൊടുക്കുന്ന സ്വതക്കയായി പരിഗണിക്കുക. സക്കാത്ത് എത്രയാണോ ബാക്കിയുള്ളത്, അതെന്നാണോ ഹൗല് പൂർത്തിയാകുന്നത്, ആ സമയത്താണ് കൊടുത്തു വീട്ടേണ്ടത്. അത് റമളാനിലേക്ക് പിന്തിക്കൽ ഉചിതമല്ല കേട്ടോ.
അതുകൊണ്ട് പ്രിയമുള്ള മുതലാളിമാരെ, നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, സമ്പത്ത് നൽകിയവൻ അള്ളയാണ്, എടുക്കാനുള്ള കഴിവും അള്ളാഹുവിനാണ്. അള്ള തന്നത് കൃത്യമായി വിനിയോഗിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് നാം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. കൊടുക്കേണ്ടത് കൊടുക്കുമ്പോഴാണ് റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടേണ്ടത് കിട്ടൂ എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു ആ രൂപത്തിൽ തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്കുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ, ഓഫറായ റമളാൻ മാസത്തിൽ ഓഫറുകൾ വാരിക്കൂട്ടാൻ എല്ലാത്തിനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.